ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ജൂലൈ 21 കൊച്ചിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്തുന്ന ഒരു ലെങ്തി വീഡിയോ എടുക്കാമെന്ന്. സത്യം പറഞ്ഞാൽ ഉണ്ടല്ലോ, ഇപ്പോൾ എനിക്ക് ഷോർട്ട് വീഡിയോസ് എടുത്തിട്ട് ലെങ്തി വീഡിയോസ് എടുക്കാനായിട്ട് ഭയങ്കര മടിയോ എന്തോ ഒരു സ്റ്റാർട്ടിങ് ട്രബിളോ ഒക്കെയാണ്. പക്ഷേ ഇന്നിപ്പോൾ അവൻ്റെ ബർത്ത്ഡേ ആയ സ്ഥിതിക്ക് എന്നൊരു ലെങ്തി വീഡിയോ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഇന്ന് സൺഡേ ആണല്ലോ. പക്ഷേ ആക്ച്വലി അവൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ ഞങ്ങൾ ഇന്നലെ ചെയ്ത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ സൺഡേ ആകുമ്പം നമ്മൾ ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞ് പിന്നെ നാളെ ഓഫീസിൽ പോകാൻ നേരം എല്ലാവർക്കും ഒരു മടിയായിരിക്കും. അപ്പോൾ ഞാൻ ഓർത്തു സാറ്റർഡേ ആകുമ്പം നമുക്കൊരു ദിവസം അടുത്ത ദിവസം അവധി ഉണ്ടല്ലോ, നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാം. ഫുഡൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ റെസ്റ്റിംഗ് ഒക്കെ ആവശ്യമല്ലോ. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ആക്ച്വലി നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്തു. ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ കേക്ക് കട്ട് ചെയ്തു. വി ഹാഡ് എ ഗുഡ് ഡേ. ഇന്നലെയാണ് നമ്മൾ ഇവിടുത്തെ ജൂലൈ 20th ആണെങ്കിലും നാട്ടിലെ ജൂലൈ 21 ആണല്ലോ. അവൻ നാട്ടിലല്ലോ ആണ് ജനിച്ചത്. അപ്പം കറക്റ്റായിട്ട് അവൻ്റെ ബർത്ത്ഡേ അന്ന് തന്നെയാണ് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തത്. പിന്നെ അവൻ ജനിച്ച അന്ന് തൊട്ടേ എല്ലാ വർഷവും അവൻ്റെ ബർത്ത്ഡേക്ക് അവന് 2 കേക്ക് കട്ടിങ് എല്ലാ വർഷവും നടന്നിട്ടുണ്ട് കേട്ടോ. നാട്ടിലായിരിക്കുമ്പോൾ എൻ്റെ വീട്ടിലും കട്ട് ചെയ്യും, ബിബിൻ്റെ വീട്ടിലും കട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ 2 കേക്ക് കട്ടിങ് എപ്പോഴും ഉണ്ടായിരുന്നു. അത് ഇവിടെ വന്നിട്ടും എങ്ങനെയോ 2 സെറ്റായിട്ട് എപ്പോഴും നടക്കാറുണ്ട്. അപ്പോൾ ഇന്നലെ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് നമ്മൾ കേക്ക് കട്ട് ചെയ്തു. ഇന്ന് ഈവനിങ് ഞങ്ങൾക്ക് അനിൽ വരുന്നുണ്ട്. സോ വി ആർ ഗോയിങ് ടു കട്ട് എ കേക്ക് വിത്ത് അനിൽ ആൻഡ് ഫാമിലി. സോ അങ്ങനെ കുച്ചുവിന് ഇത്തവണ ഈ വർഷവും 2 സെറ്റ് ഓഫ് കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ട്. ഓക്കെ, സോ ഐ തോട്ട് ഐ വിൽ ഡു എ സ്മോൾ വ്ളോഗ് ടുഡേ. അപ്പോൾ ഇപ്പം ഞങ്ങൾ രാവിലെ എഴുന്നേറ്റേ ഉള്ളൂ. രാവിലെ എഴുന്നേറ്റിട്ട് കുച്ചുവും ബിബിനും കൂടെ താഴെ ഇതാണ്ട് ഇന്നലെ അവന് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് എന്താ ബാറ്റും ബോളും ഒക്കെ കിട്ടി. സോ ദേ ആർ പ്ലേയിങ്. കുച്ചു അപ്പയും കൂടെ ഇവിടെ ബാറ്റും ബോളും ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിബിൻ പാവം ഞാൻ രാവിലെ വന്നപ്പോഴത്തേനും എന്തായാലും ഇവിടെ കാപ്പിയൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സോ സ്വീറ്റ്. വീക്കെൻഡ്സിലെ എൻ്റെ ഫേവറേറ്റ് പരിപാടി ഇത് കണ്ട, എൻ്റെ ഒരു ചാരു കസേര ഉണ്ട്. ഇവിടെ വന്നിരുന്ന് റിലാക്സ്ഡ് ആയിട്ട് ഇങ്ങനെ കാപ്പി കുടിക്കുക എന്നുള്ളതാണ്. അല്ലാതെ വർക്കിംഗ് ഡേയ്സിലും ഞാൻ ഇവിടെ വന്നിരുന്ന് കാപ്പിയല്ല, ചൂടുവെള്ളം. വീക്കെൻഡ്സ് ഞാൻ കാപ്പി കുടിക്കും കേട്ടോ. ബാക്കി എല്ലാ ദിവസവും രാവിലെ ഞാൻ ചൂടുവെള്ളം കുടിക്കാറ്. സോ ബാക്കി എല്ലാ ദിവസവും നമുക്ക് അത്ര റിലാക്സ്ഡ് അല്ലല്ലോ, ഓഫീസിൽ പോകണമല്ലോ. എനിവേ എല്ലാ ദിവസവും ഇങ്ങനെ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ ഈ കസേര ഇരുന്ന് ആടി. പിന്നെ എൻ്റെ വെജിറ്റബിൾസ് നിങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് എൻ്റെ കൂടെ വെജിറ്റബിൾസ് നടാനുണ്ടായിരുന്നല്ലോ. എൻ്റെ ഷോർട്സ് കാണുന്നവർ കണ്ടിട്ടുണ്ടായിരിക്കും. ലൈക്ക് ഞങ്ങൾ ഞാനും കൊച്ചും കൂടെ ഒരു വെജിറ്റബിൾ ഗാർഡനൊക്കെ തുടങ്ങിയായിരിക്കും. നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയത്തില്ലെങ്കിലും എൻ്റെ വെജിറ്റബിൾ ഗാർഡൻ്റെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതേ കുറേ ടൊമാറ്റോസ് ഒക്കെ ഉണ്ടായിരിക്കുന്നു. 1 സെക്കൻഡ്. കണ്ടോ എൻ്റെ ടൊമാറ്റോസ് ഒക്കെ ഉണ്ടോ? ടൊമാറ്റോസ് നല്ല പച്ചന്. ഇത് റെഡ് ആവണമല്ലോ. ടൊമാറ്റോ എനിക്കൊന്ന് അത്ര ഭയങ്കര എളുപ്പമാണ് കേട്ടോ ഉണ്ടാകാനായിട്ട്. നാട്ടിലൊക്കെ നല്ലപോലെ ഉണ്ടാവുമല്ലോ. ടൊമാറ്റോസാണ് കൂടുതലും. പിന്നെ ഞാൻ അങ്ങോട്ടൊന്ന് പോട്ടെ. പിന്നെ ഇനി ഇതൊക്കെ നമ്മുടെ വെണ്ടയ്ക്കയൊക്കെ ഉണ്ട്. വെണ്ടയ്ക്കൊക്കെ ഇനി ഉണ്ടായി വരണം. വെണ്ടയ്ക്കൊക്കെ ഇങ്ങനെ പൂക്കളൊക്കെ വന്ന് ചെറിയ ചെറിയ കുഞ്ഞ് വെണ്ടയ്ക്കൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ താഴെ ഇങ്ങനെ സുക്കീനി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് കേട്ടോ. അതിനകത്ത് 3-4 സുക്കീനിയൊക്കെ ഞാൻ പറിച്ചു. അപ്പോൾ വെണ്ടയ്ക്കയും തക്കാളി, സുക്കീനി ആൻഡ് കുറച്ച് ചീര, നമ്മുടെ നാട്ടിലെ ചുമലച്ചീര. ഇതിൻ്റെ എല്ലാ വിത്ത് എനിക്ക് എടുത്ത് വെക്കണം. ഇതെനിക്ക് നെയ്ബർ തന്നെയാണ്. ഈ 3-4 ചീരയുടെ തൈ ഈ വർഷം എനിക്ക് എൻ്റെ നെയ്ബർ തന്നെയാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഇനി വിത്ത് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അടുത്ത വർഷം ഇതിൻ്റെ വിത്തൊക്കെ എടുത്ത് ഞാനിവിടെ പാകി നടുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് മൈ വെജിറ്റബിൾ ഗാർഡൻ. 10 മണിയായിട്ടോ. 11 മണിക്കാണ് കുർബാന. ഒരു 10:45 ആകുമ്പോൾ നമുക്ക് ഒരുങ്ങാൻ പോകാം. 10:45. ഇവിടെ നിന്ന് 2 മിനിറ്റ്സ് ഡ്രൈവേ ഉള്ളൂ എനിക്ക് പള്ളിയിലോട്ട്. അപ്പോൾ സെറ്റായിട്ട് നമുക്ക് പള്ളിയിൽ പോവാം. അപ്പം ഞങ്ങൾ റെഡിയായി ഇപ്പോൾ പള്ളിയിൽ പോവാണ് കേട്ടോ. കുച്ചിന് വേണ്ടി എൻ്റെ കബോർഡ് കുച്ചിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. കയറിയോ ഉച്ചു? Yes. Doing my Sunday vlog. This is my Sunday vlog. അപ്പോൾ ഗായ്സ് ഞങ്ങൾ പള്ളിയിലൊക്കെ പോയിട്ട് വന്നു. ഇനി ഞങ്ങൾ ഇന്ത്യൻ കടയിലോട്ട് പോവാണ് ഒരു ചെറിയ കേക്ക് മേടിക്കാൻ വേണ്ടിയിട്ട്. കുച്ചുവിൻ്റെ സ്മോൾ ബർത്ത്ഡേ കേക്ക് കട്ടിങ്. അപ്പോൾ ഇന്നലെ നമ്മൾ കോസ്കോന്ന് വലിയ കേക്കൊക്കെ മേടിച്ച് കട്ട് ചെയ്തു. അപ്പോൾ ഇന്ന് ഞങ്ങൾ അങ്ങനെ വലിയ കേക്കൊന്നും മേടിക്കുന്നില്ല. ചെറിയ കേക്ക് ഇന്ത്യൻ കടയിൽ ഇങ്ങനെ ചെറിയ കേക്ക് ഉണ്ട്, കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നു. സോ അപ്പോൾ ഞങ്ങളത് മേടിക്കാൻ പോവാണ്. ഇതിനുള്ള ഭയങ്കര ചൂടാണ്. വെയിലും ചൂടും എനിക്ക് പള്ളിയിരുന്ന് ദാഹിച്ചിട്ട് പോയായിരുന്നു. സോറി.
ഇപ്പോഴാണ് കുറച്ച് ആശ്വാസമായത്. മുച്ചു വെള്ളം വേണമെന്ന. ഞങ്ങൾ ഇന്ത്യൻ കടയിലോട്ട് പോകുന്ന വഴിക്കേ ചെറിയൊരു പാർക്ക് കണ്ടേ. അപ്പോൾ കുച്ചുവിനൊരാഗ്രഹം ഇവിടെ പാർക്കിൽ ഇറങ്ങണമെന്ന്. അപ്പോൾ ഇന്ന് അവൻ്റെ ബർത്ത്ഡേ അല്ലേ, ഇന്ന് അവൻ്റെ ആഗ്രഹങ്ങളൊക്കെ അങ്ങ് നടത്തി കൊടുത്തേക്കാന്ന് വിചാരിച്ചാൽ ഞങ്ങൾ അതെ ഇവിടെ ഈ കാണുന്ന പാർക്കിൽ വന്നിരിക്കുവാണ്. ഇതിനു മുന്നേ ഞാൻ ഈ പാർക്കിൽ വന്നിട്ടുള്ള ഒരു വ്ലോഗ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതൊരു നല്ല പാർക്കാണ് കേട്ടോ, എനിക്കിഷ്ടമായി ഈ പാർക്കിൽ വരാനായിട്ട്. ഇങ്ങനെയാണ് പാർക്കിൻ്റെ എൻട്രൻസ്. പാർക്കിൻ്റെ എൻട്രൻസിൽ തന്നെ ഇവിടെ ഒരു കുട്ടി ലൈബ്രറി ഉണ്ട്. ഇവിടുത്തെ ലൈബ്രറി ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇവിടെ ചില മിക്ക ഒരു സ്ഥലങ്ങളിലും ഇങ്ങനെ ഒത്തിരി ആൾക്കാരൊക്കെ വരുന്ന സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ എന്താ പറയുക റോഡ് സൈഡിലൊക്കെ ഇവരിങ്ങനെ ലൈബ്രറി വെക്കും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഫ്രീ ആയിട്ട് ബുക്ക് എടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ബുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൊണ്ട് നമ്മൾ വായിച്ചു കഴിഞ്ഞ ബുക്ക് നമുക്ക് ഇവിടെ കൊണ്ട് ആർക്കെങ്കിലും വായിക്കാനായിട്ട് വെക്കാം. സോ ദിറ്റ്സ് ലൈക്ക് ഈ പാർക്കിൻ്റെ പേര് പാർക്ക് സൈഡ് പ്ലേസ്. നമ്മളിവിടെ നിന്ന് 1-2 തവണ ബുക്കൊക്കെ എടുത്ത് വായിച്ചിട്ടുണ്ട്. ദിസ് ഇസ് കോൾഡ് ലെൻഡിങ് ലൈബ്രറി. പിന്നെ ഇതാണ് പാർക്ക് കേട്ടോ. ഇങ്ങനെ കുറേ ഗോപുരങ്ങൾ പോലെയുള്ള പിള്ളേരുടെ ഓരോ എന്താ പറയുന്ന സ്ലൈഡും, ചെറിയ സ്ലൈഡ്, വലിയ സ്ലൈഡ്, ഊഞ്ഞാല് എല്ലാം ഉണ്ട്. അപ്പോൾ ഇവനെ ഞങ്ങൾ ഇതിൻ്റെ അകത്തോട്ട് കയറ്റി വിടും. എന്നിട്ട് ഞങ്ങളിവിടെ ഏതെങ്കിലും ഒരു ബെഞ്ചിലിരിക്കും. കുച്ചു ഏതെങ്കിലും ഫ്രണ്ട്സിനെ കണ്ടുപിടിച്ച് കുറച്ച് നേരം അവരോട് കളിച്ച് അല്ലേ കുച്ചി വരും. പോയി കളിച്ചിട്ട് വാ. കുച്ചു ഒന്ന് ബെഞ്ചിൽ ഇരിക്കാനാണോ വന്നത്? കളിക്കുന്നില്ല? Go and find some friends. അകത്തോ? ഇത് പിന്നെ ചിലപ്പോൾ എന്നെ ഇരുത്താമെന്നും ഞാനവിടെ ബെഞ്ചിൽ ഇരിക്കുന്നൊക്കെ വലിയ ജാടയ്ക്ക് പറഞ്ഞെങ്കിലും മിക്കവാറും ഇവൻ എന്നെ അവിടെ ഇരുത്തത്തില്ല. അവസാനം ഫ്രണ്ട് ഞാൻ തന്നെ ആവും. ഞാൻ തന്നെ ഇവൻ്റെ കൂടെ എല്ലാ സ്ഥലത്തും പോകേണ്ടി വരും. അപ്പോൾ ഞാൻ ചോദിക്കും, നിന്നെ പാർക്ക് ഞാൻ എന്തിനാണ് കൊണ്ടുപോകുന്നത്, എനിക്കിവിടെ സൗകര്യമില്ലേ എന്നൊക്കെ ചോദിക്കും. പക്ഷേ അവസാനം ഇതൊക്കെ തന്നെ കളി. ഞാനിപ്പോൾ മുകളിലോട്ട് പോകണ്ട, സ്ലൈഡിലൊന്നും എനിക്ക് കയറാൻ പറ്റത്തില്ല കേട്ടോ. ബട്ട് ഐ ക്യാൻ സ്റ്റിൽ ഓക്കെ. അവൻ ഇവിടെ വന്ന് മുകളിൽ അങ്ങ് കുറേ സ്റ്റെപ്പ് കയറി സ്ലൈഡിലോട്ട് പോയിട്ടുണ്ട്. അപ്പം ഞാൻ താഴെ പോയി നിൽക്കാം. അവൻ്റെ സ്ലൈഡ് വരുന്നത്. ഇവിടെ അടിപൊളി ലൈറ്റ് സെറ്റിങ്സ് ആണ്. ഇങ്ങനെയുള്ള ലൈറ്റ് സെറ്റിങ്സ് ആണ് എനിക്ക് വേണ്ടത്. കറക്റ്റ് എന്തൊരു പെർഫെക്റ്റ് ലൈറ്റാന്ന് നോക്കി. നമ്മൾ എത്ര അടിപൊളി ക്യാമറ എന്തൊക്കെയാണെങ്കിലും ലൈറ്റിലാണ് എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത്. കൊച്ചു ആണോ കൊച്ചു? ഞാനിവിടെ ഒരു ബെഞ്ച് ഇരുന്നിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹെയർ ഫോളാണ് കേട്ടോ. ഹെയർ ഫോള് സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു ഹെയർ ഫോളാണെന്ന് വേണേൽ പറയാം. എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ആദ്യം ഒരു വീഡിയോ കണ്ടിട്ട് പെട്ടെന്ന് എനിക്കൊരു മോട്ടിവേഷൻ കയറിയിട്ട് ഞാനൊരു 4 ദിവസം വാട്ടർ ഫാസ്റ്റിങ് ചെയ്തു. 4 ദിവസം കംപ്ലീറ്റ് വെള്ളം മാത്രം, വേറെ ഒന്നും ഞാൻ എൻ്റെ ഇടയ്ക്ക് കുടിച്ചില്ല, കഴിച്ചില്ല, വെള്ളം മാത്രം, അങ്ങനെ പച്ചവെള്ളം മാത്രം കുടിച്ച് 4 ദിവസം ചെയ്ത്. അത് ഞാൻ കണ്ടിന്യൂ ചെയ്ത് 10 ദിവസമൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചാണ് ഞാൻ തുടങ്ങിയത്. ഞാനത് കണ്ടിന്യൂ ചെയ്തേനെ. പക്ഷേ 4 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് മുടി പൊഴിയാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ശരിയാകത്തില്ല, മുടി പൊഴിയാൻ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. കഷ്ടപ്പെട്ടാണ് കുറച്ച് മുടി അവിടെ ഇവിടെ വളർത്തി വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. ഇപ്പോൾ വാട്ടർ ഫാസ്റ്റിങ് സ്റ്റോപ്പ് ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ ഇപ്പം 5-6 ദിവസമായി. പക്ഷേ എൻ്റെ മുടി ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല ഞാൻ വാട്ടർ ഫാസ്റ്റിങ് സ്റ്റോപ്പ് ചെയ്തു, ബാക്കി ഫുഡൊക്കെ ഞാൻ കഴിക്കുന്നുണ്ടെന്നുള്ള കാര്യം എൻ്റെ തലമുടി ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. എൻ്റെ മുടി പൊഴിഞ്ഞുകൊണ്ടിരിക്കും. സോ ഐ എം സാഡ്. ഇനിയിപ്പോൾ അടുത്ത തവണ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ എനിക്ക് ഒന്നിലെ വൈറ്റമിൻസോ എന്തെങ്കിലും നമ്മൾ എക്സ്ട്രാ എടുക്കാം. പാർക്ക് കളികളൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി ആൻഡ് വി ആർ ഗോയിങ് ബാക്ക്. നമ്മൾ ഇന്ത്യൻ കടയിൽ പോകാമെന്നുള്ള പ്ലാൻ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്ത് കേട്ടോ. കാരണം ബിബിൻ പറഞ്ഞ് ഇന്ത്യൻ കടയിൽ കിട്ടുന്ന കേക്ക് ചെറിയ കേക്കൊക്കെയാണ്, പക്ഷേ നമ്മൾ ഇന്ത്യൻ കടയിൽ നിന്ന് മേടിക്കുന്ന കേക്കിൻ്റെ അതേ പൈസ തന്നെ നമ്മൾ കോസ്റ്റ്കോയിലെ കേക്ക് കൊടുക്കുന്നത്, സെയിം റേറ്റ് തന്നെ. പക്ഷേ കോസ്റ്റ്കോയിൽ നമുക്ക് വലിയ കേക്ക് കിട്ടും. പക്ഷേ ആ കേക്ക് മൊത്തം ആര് കഴിച്ച് തീർക്കും എന്നോ വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ത്യൻ കടയിൽ നിന്ന് കേക്ക് മേടിക്കാമെന്ന് വിചാരിച്ചത്. ബട്ട് എനിവേ നമുക്ക് കോസ്റ്റ്കോ പോകേണ്ട ആവശ്യമുണ്ട്. സോ വി ആർ ഗോയിങ് ടു കോസ്റ്റ്കോ നോ. സോ വി ആർ ഗോയിങ് ടു കോസ്റ്റ്കോയിൽ പോയിട്ട് ഒരു കേക്ക് ഗിഫ്റ്റായിട്ട് കുച്ചുവിൻ്റെ അപ്പയും അമ്മയും കുച്ചുവിന് എന്താ മേടിച്ചു തരുന്നത്? Fish, yeah. Real fish. Real fish. I'm buying. Real fish. Monday മേടിക്കും. Tomorrow. അതാണ് കുച്ചുവിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ്. സത്യത്തിൽ എനിക്കൊരു പട്ടിക്കുട്ടിയൊക്കെ മേടിച്ചു കൊടുക്കണമെന്നായിരുന്നു എൻ്റെ കുച്ചുവിൻ്റെ ആഗ്രഹം. പക്ഷേ എന്ത് പറയാം, നടന്നില്ല. ബിബിനും വലിയ താല്പര്യമില്ല. ബിബിൻ പറയുന്നത്
പട്ടി ഈസ് ലൈക്ക് എ കുട്ടി ആൻഡ് പട്ടി ഈസ് ലൈക്ക് എ കുട്ടി റെസ്പോൺസിബിലിറ്റി എന്നല്ല ബിഗ് റെസ്പോൺസിബിലിറ്റി. കുട്ടിയെ പോലെ തന്നെ നമ്മൾ പട്ടിയെ കെയർ ചെയ്യണം ഇവിടെ. സോ നമ്മൾ നാട്ടിലൊക്കെ പോകുമ്പോഴും പിന്നെ എവിടെയെങ്കിലുമൊക്കെ ട്രിപ്പൊക്കെ പോകുമ്പോൾ നമുക്ക് ഇരട്ടി പണിയാവും. പിന്നെ പട്ടിക്ക് എന്തെങ്കിലും ജലദോഷമോ പനി ഇങ്ങനെ ഓരോന്നൊക്കെ വന്നു പോയൊക്കെ ഇരിക്കും. പിന്നെ ഇവിടെ സ്പെഷ്യൽ ഇൻഷുറൻസ് അങ്ങനെ കുറേ തലവേദനകളൊക്കെ ഉണ്ട്. സോ ലൈക്ക് അപ്പം നമ്മൾ ഡിസൈഡ് ചെയ്തു പട്ടി വേണ്ട, മീൻ മതി. മീനാകുമ്പോൾ പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും. പാർക്കിൽ കളിയൊക്കെ കഴിഞ്ഞ് കുച്ചു എൻ്റെ കൂടെ വന്നത് നിങ്ങൾ കണ്ടില്ലേ. അത് കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ അവന് വീണ്ടും പാർക്കിൽ പോകണമെന്ന്. അപ്പം ബിബിൻ അവനോട് ഭയങ്കര സ്നേഹം. ബിബിന് പിന്നെ അവൻ്റെ ബർത്ത്ഡേ അല്ലെന്ന് വിചാരിച്ച് ബിബിന് അവനെ വിഷമിക്കാൻ വയ്യ. സോ ഈ തവണ അതേണ്ട ബിബിനും കുച്ചും കൂടെ അതേ പാർക്കിനകത്തോട്ട് കയറിയിട്ടുണ്ട്. നേരത്തെ ബിബിനിരുന്ന അതേ ബെഞ്ചിൽ ഞാനിതാ വന്നിരിക്കുന്നു. ഇനിയിപ്പോൾ കുറച്ച് നേരം അവർ കളിച്ചിട്ട് വരട്ടെ. ഞാനപ്പോൾ ഇവിടെ ഈ പാർക്കിൽ ഇരുന്ന് ഈ ബെഞ്ചിൽ ഉറങ്ങാൻ പോവാം. ഉറങ്ങാൻ പോകാമെന്ന് വലിയ ഡയലോഗൊക്കെ അടിച്ചെങ്കിലും എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല കേട്ടോ. ഉറങ്ങാൻ എനിക്കങ്ങനെ പറ്റത്തില്ല. എനിക്ക് കുറച്ച് പീസ്ഫുള്ളായിട്ട് ഒച്ചയും ബഹളമൊന്നും ഇല്ലാത്തടുത്ത് ഐ എം നോട്ട് എ ഫാസ്റ്റ് സ്ലീപ്പർ. ചില ആൾക്കാർ എവിടെ ഇരുന്നാലും കിടന്നാലും പെട്ടെന്ന് അങ്ങ് ഉറങ്ങുമല്ലോ. പക്ഷേ ഞാനങ്ങനെയല്ല, എനിക്കങ്ങനെ ഉറങ്ങാൻ പറ്റത്തില്ല. പിന്നെ എനിക്ക് ഇപ്പോൾ എന്താണെന്നറിയത്തില്ല. ഞാനിപ്പോൾ പണ്ടൊക്കെ എനിക്ക് ഫോൺ കുറേ നേരം ആരുടെയെങ്കിലുമൊക്കെ റീൽസും വീഡിയോസൊക്കെ കാണുന്ന പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ തന്നെ റീൽസ് ഉണ്ടാക്കാൻ തുടങ്ങിയ പിന്നെ വേറെ ആരുടെയും കാണുന്ന എനിക്ക് വലിയ താല്പര്യമില്ല. എൻ്റെ റീൽസ് തന്നെ ഞാൻ 10-20 തവണ കണ്ടുകൊണ്ടിരിക്കും. അപ്പം കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ എൻ്റെ ഒരു റീൽ ഇങ്ങനെ ഇച്ചിരി വൈറലായി. സ്വല്പം ലൈക്ക് 137K വ്യൂസ് ആദ്യമായിട്ടാണ് കേട്ടോ. അത് വലിയ സംഭവമൊന്നുമല്ല, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ സംഭവമാണ്. അപ്പോൾ ഇതിന് എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ കളിയാക്കിയിട്ട് ചോദിക്കുക, നീ തന്നെ ഇരുന്നു 1,35,000 തവണ നീ തന്നെ ഇരുന്ന് കണ്ടോ, അങ്ങനെയാണോ അത് വൈറലായെന്നൊക്കെ. അതൊരു 10-20 തവണയൊക്കെ ഞാനും കണ്ടു കാണുമായിരിക്കും, എങ്കിലും എനിക്ക് അത്രയൊന്നും കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഗൈസ് നമ്മൾ കോസ്കോയിലോട്ട് പോകാനാണ് തീരുമാനിച്ചെങ്കിലും അപ്പോൾ ഈ പാർക്കിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു കുട്ടി കഫറ്റീരിയ ഉണ്ട്. അപ്പോൾ ബിബിൻ പറയുന്നു നമുക്ക് അവിടെ നിന്ന് ചിക്കൻ സാൻഡ്വിച്ച് കഴിക്കാമെന്ന്. ഞാൻ കഴിക്കുന്നില്ല. ആ പുച്ചു ഐസ്ക്രീം കഴിക്കാൻ പോകുന്നു, ബിബിൻ ചിക്കൻ സാൻഡ്വിച്ച് കഴിക്കാൻ പോകുന്നു. ഞാനിപ്പോൾ കഴിക്കുന്നില്ലെന്ന് പറയുന്നു. പക്ഷേ അതിൻ്റെ അകത്ത് കയറുമ്പോൾ എന്തെങ്കിലും ചെറിയ ടെംപ്റ്റേഷനൊക്കെ വരുവാണെങ്കിൽ ചിലപ്പോൾ കഴിക്കും. ഐസ്ക്രീം ആണോ മേടിച്ചത്? നിൻ്റെ ഐസ്ക്രീം മേടിച്ച് ഞങ്ങൾ വീണ്ടും ഈ ടേബിളിൽ തന്നെ വന്നു. ഇന്ന് ഈ ടേബിളിൽ നിന്ന് പോകാനുള്ള യോഗ എനിക്കില്ലെന്നാണ് തോന്നുന്നത്. 3ാമത്തെ തവണയാണ് ഇവിടുന്ന്. ബിബിൻ പതിവ് പോലെ ബിബിൻ്റെ ഫ്രഞ്ച് ഫ്രൈസുമായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഫൈനലി ഗൈസ് ഞങ്ങൾ തന്നെ ഈ പാർക്കിൽ നിന്ന് പോവുകയാണ്. ഞാൻ ഈ കോസ്കോ അതിൻ്റെ അകമൊക്കെ നിങ്ങൾ ഒത്തിരി തവണ കാണിച്ചു തന്ന കാരണം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഒന്നുമില്ല കാണിക്കാനായിട്ട്. ഞങ്ങൾ വേണേൽ കേക്ക് എടുക്കാൻ പോകുന്ന ഭാഗം കേക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെ കോസ്കോയുടെ ബേക്കറി സെക്ഷൻസ് ആണ്. കേക്ക്, ബിസ്ക്കറ്റ്, ലേസ് ഉള്ള എല്ലാവിധ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ട് കേക്ക്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഏതെങ്കിലും ഒരു കേക്ക് പിക്ക് ചെയ്യാം. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ചോക്ലേറ്റ് കേക്കാണ് എടുത്തത്. സോ ടുഡേ വിൽ ടേക്ക് എ ഡിഫറെൻറ്റ് കേക്ക്. ചെറിയ കേക്ക് എടുത്താലോ? പക്ഷെ കപ്പ് കേക്ക് അല്ലേ, കട്ട് ചെയ്യാം. നമുക്ക് ഈ വൈറ്റ് ഈ ക്രീം കേക്ക് എടുക്കാം. ഇവിടെ ഒരു ഭയങ്കര 1 ക്യൂ കണ്ടോ. എന്ത് സാധനം മേടിക്കാനാണ് ഇത്ര ആൾക്കാരുടെ ക്യൂ എന്ന് ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്ന റോട്ടിസറി ചിക്കൻ. അപ്പോൾ ആ റോട്ടിസറി ചിക്കൻ മേടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത്ര ആൾക്കാരുടെ ക്യൂ. ഇവിടെ ഉള്ളവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ. വെള്ളം. For my birthday celebration and hope you guys like it very much. See you. How is it? അത്രയും പിള്ളേരുണ്ടോ അവിടെ? കുച്ചുവിൻ്റെ ബർത്ത്ഡേക്ക് സ്കൂളിൽ കൊടുക്കാനായിട്ടുള്ള മുട്ടായി നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുക. ഹലോ ഗായ്സ്, ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ വേണ്ടേ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് ഞാൻ ആമസോൺ പ്രൈം ഡേക്ക് മേടിച്ച എല്ലാ സാധനങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ഷോർട്സ് ആയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. ഇറ്റ്സ് എ ഹ്യൂജ് സർപ്രൈസ് ഫോർ മീ. ഇത് സപ്പോസ് ടു ബി നാളെയാണ് വരേണ്ടത്, പക്ഷേ ഇത് ഇവരെല്ലാവരും ഇന്ന് തന്നെ വന്നിട്ടുണ്ട്. കുച്ചു ഓപ്പൺ ചെയ്യല്ലേ? ഹലോ ഗൈസ്, അപ്പം കറങ്ങി അടിച്ച് ഞങ്ങൾ തിരിച്ചെത്തി. ഇപ്പോൾ സമയം എത്രയാണെന്ന് അറിയോ? സമയം 4:30 അതിലേക്ക് ഒരു 5:30 ആകുമ്പോഴത്തേനും വരും. അപ്പം ഇനിയിപ്പം എന്താ പറയുന്ന ഷ്രിമ്പും കൊഞ്ചും കപ്പയും എല്ലാം ഉണ്ടാക്കുന്ന സമയമൊന്നുമില്ല. സോ പുറത്തുപോയി കഴിക്കാമെന്നുള്ള പ്ലാനിൽ തന്നെ മുന്നോട്ട് പോകാമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെന്താ, അനില വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ കാണിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇന്നലത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ ബലൂണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അനില വരുമ്പോൾ ഒരു കേക്ക് കൂടെ കട്ട് ചെയ്യുന്നുണ്ടല്ലോ, അത് കാരണം ഞാനൊന്നും അയച്ചിട്ടില്ല. എങ്കിലും ഞാനിത് ഒരാഴ്ചയൊക്കെ വെച്ചിരിക്കും കേട്ടോ. എന്തൊരു കഷ്ടപ്പെട്ട് നമ്മളിതൊക്കെ വീർപ്പിച്ച് സെറ്റാക്കിയേക്കുന്ന. അത് മാക്സിമം ഇതെങ്ങനെ പോട്ടെ, ഒരാഴ്ചയെങ്കിലും അത് അവിടെ നിൽക്കട്ടെ.
അപ്പം അനിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു തരാൻ പറ്റുവാണെങ്കിൽ കാണിച്ചു തരാം. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഈ വീഡിയോ ഇവിടെ വൈൻഡ് ചെയ്യുകയാണ്. കുറേ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു. സോ സീ യു ഓൾ വിത്ത് അനദർ വീഡിയോ. ടിൽ ദെൻ യു ടേക്ക് കെയർ. ടാറ്റാ ബൈ. ബർത്ത്ഡേ കഴിഞ്ഞാട്ടോ. എല്ലാ വർഷവും അതിന് 2 ബർത്ത്ഡേ പാർട്ടിയുണ്ട്. എന്തോ ഒന്നും മനസ്സിലായില്ല. എല്ലാരും നമ്മൾ രണ്ടും കൂടെ ഫോട്ടോ എടുത്തായിരുന്നു. സെൽഫി എടുത്തായിരുന്നു. പക്ഷെ അല്ലയുടെ എന്താ ഒരു കളർ ചെറിയൊരു വ്യത്യാസം.